ഹായ്, എല്ലാവർക്കും സിവിലിയൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓവർസിയർ ഗ്രേഡ് 1 PWD ഇറിഗേഷൻ LSTD എന്നീ എക്സാമിൻ്റെ സിലബസിൻ്റെ ഡിസ്കഷനാണ്. ഈ എക്സാമിൻ്റെ സിലബസ് വന്നപ്പം മുതൽ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ നിന്നും വരുന്ന കുറേ സംശയങ്ങളും ചോദ്യങ്ങളും എല്ലാം ഈ ഒരു വീഡിയോയുടെ അവർക്ക് കുറച്ച് ആശ്വാസമാകുമെന്ന് വിചാരിക്കും. നമുക്ക് പെട്ടെന്ന് സമയം കളയാതെ തന്നെ സിലബസ് ഡിസ്കഷനിലേക്ക് വരാം. കുറച്ച് സാധാരണ സിലബസിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചധികം കുറേ അധികം ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സിലബസാണ് ഇത്തവണ PSC പബ്ലിഷ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കുള്ള സംശയം ഇതിലേതൊക്കെ പഠിക്കണോ, ഇതെല്ലാം പഠിക്കണോ, ഇതേ ലെവലിൽ തന്നെ ക്വസ്റ്റ്യൻ വരുമോ, അതോ ഇതിനകത്തുനിന്ന് സെലക്റ്റീവായിട്ട് മാത്രം പഠിച്ചാൽ മതിയോ എന്നൊക്കെയാണ്. അപ്പോൾ അതിനുള്ള മറുപടി ഇതിൽ നിന്ന് സെലക്റ്റീവായിട്ട് മാത്രം പഠിച്ചാൽ മതി. ഒരുപാട് വലിയൊരു സിലബസാണിത്. അപ്പോൾ ഇതിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതായാലും ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാം. അത് എന്തായാലും ഒഴിവാക്കാതെ പഠിക്കുക. പിന്നെ പേരുകൾ വായിക്കുമ്പോഴുള്ള ചില കൺഫ്യൂഷൻസും ചില ഉദ്യോഗാർത്ഥികൾ പറഞ്ഞിരുന്നു. അത് തന്നെയാണോ, വാട്ടർ ട്രീറ്റ്മെൻറ്റിൽ ഏതൊക്കെ വരും, അങ്ങനെയുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇന്നത്തെ ഈ വീഡിയോയോടുകൂടി നമുക്ക് പരിഹരിക്കാൻ ഞാൻ കഴിയുന്നത്ര ശ്രമിക്കാം. അപ്പോൾ ഏതായാലും സമയം കളയാതെ നമുക്ക് ഡിസ്കഷനിലേക്ക് കിടക്കാം. അപ്പോൾ വെയിറ്റേജ് നമുക്ക് കഴിഞ്ഞ വട്ടത്തെ പോലെ തന്നെ 10 മാർക്ക് തന്നെയാണ് ഇത്തവണയും വെയിറ്റേജ്. ഇറ്റ്സ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് ഫോർ ദി എക്സാം. എക്സാം ആണെങ്കിലും ഗ്രേഡ് 1 ലെവലിലുള്ള എക്സാം ആണെങ്കിലും ഒരു 10-11 മാർക്കൊക്കെ സാധാരണ വരാറുണ്ട്. കഴിഞ്ഞ വട്ടം 11 മാർക്ക് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇത്തവണ ഏതായാലും അത് 10 മാർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ വാട്ടർ സപ്ലൈയിൽ സാധാരണ നമുക്ക് പഠിക്കാനുള്ള ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഡിമാൻഡിനെ പറ്റിയുള്ള ചാപ്റ്റർ, അതുപോലെ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ്, ഡിസൈൻ പീരീഡ്, സോഴ്സസ് ആൻഡ് കൺവേയൻസ് ഓഫ് വാട്ടർ, അതുപോലെ ക്വാളിറ്റി ഓഫ് വാട്ടർ, ഇതൊക്കെ തന്നെ ഇവിടെയും വന്നിട്ടുള്ളത്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അകത്ത് വരുന്ന എന്താണ് ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് വാട്ടർ സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കണ്ടിന്യൂസ് ടൈപ്പ്, ഇൻ്റർമിറ്റൻ്റ് ടൈപ്പ് സിസ്റ്റം ഒക്കെയാണ്. പിന്നെന്താണ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, അതാണ് റേറ്റ് ഓഫ് ഡിമാൻഡ്, അതെന്തായാലും പഠിക്കണം. പെർ ക്യാപിറ്റ ഡിമാൻഡ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് ഡിമാൻഡ്, ഇതൊക്കെ നമ്മൾ നോട്ടിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അതുപോലെയുണ്ടോ. അതുപോലെ വാട്ടർ റിക്വയർമെൻറ്റ് ഫോർ ഡൊമസ്റ്റിക് പർപ്പസസ്, ഇൻഡസ്ട്രിയൽ യൂസ്, ഫയർ ഡിമാൻഡ്, കൊമേഴ്ഷ്യൽ ഡിമാൻഡ്, ഇതെല്ലാം നമ്മൾ സാധാരണ ക്ലാസ്സിൽ നോട്ടിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. സിവിലിയൻസിൻ്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തവർക്കറിയാം. അതുപോലെ തന്നെ പീക്ക് ഡിമാൻഡ് ഡ്യൂറിങ് ഡേ, മന്ത് ആൻഡ് ഇയർ, പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ്, അതിൻ്റെ പ്രോബ്ലം ഏതായാലും ജോമെട്രിക്കലിൻ്റെ ഒന്നും പ്രോബ്ലം വരാൻ ചാൻസ് ഇല്ല. അരിത്തമെറ്റിക്കലിൻ്റെയും ഇൻക്രിമെൻ്റൽ ഇൻക്രീസിൻ്റെയും പ്രോബ്ലംസ് സാധാരണ ലെവൽ എക്സാംസിനൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതുവരെ ഓവർസിയർ എക്സാമിന് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. എങ്കിലും ഇത്തവണ വരില്ല എന്നുള്ള ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല. സിമ്പിളല്ലേ, അതങ്ങ് പഠിച്ചു പോയേക്കുക, അത് നല്ലതാണ്, പഠിച്ചു പോകുന്നതാണ് നല്ലത്. ജോമെട്രിക്കലിൻ്റെ പ്രോബ്ലംസ് എന്തായാലും സാധാരണ വരാൻ ചാൻസ് വളരെ വളരെ കുറവാണ്. കാരണം അത് കാൽക്കുലേറ്റർ വെച്ച് മാത്രം ചെയ്യേണ്ടുന്ന കാര്യമാണ്. അടുത്തത് സോഴ്സ് ഓഫ് വാട്ടർ, ഇതൊക്കെ നമ്മൾ നോട്ടിൽ പറയുന്ന കാര്യങ്ങളാണ് അല്ലേ. സോഴ്സ്, സർഫസ് സോഴ്സ്, സബ് സർഫസ് സോഴ്സ്, ഇത് ഇമ്പോണ്ടർ റിസർവോയേഴ്സ് എന്ന് സാധാരണ റിസർവോയർ തന്നെ, ഡാം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഡാമിൽ നിന്നൊക്കെ കൂടിപ്പോയാൽ എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. വേണമെങ്കിൽ നമ്മുടെ ഡിസൈൻ പീരീഡ് ചോദിക്കാം, അതും അല്ലെങ്കിൽ ഡിസൈൻ റേറ്റ് ചോദിക്കാം. പിന്നെ ഈൽഡ് ഫ്രം സർഫസ് സോഴ്സ്, സർഫസ് സോഴ്സും സബ് സർഫസ് സോഴ്സും എല്ലാം നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. സ്പ്രിങ്സ്, വെൽസ്, ഇൻഫിൽട്രേഷൻ വെൽസ്, ഗാലറീസ്, ഇതെല്ലാം വരാറുള്ള. ടെസ്റ്റ് ഫോർ ഈൽഡ് ഒന്നും അങ്ങനെ ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ കൺവേയൻസ് ഓഫ് വാട്ടർ, അതൊക്കെ പറയുന്നതാണ് അല്ലേ. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഇൻടേക്സ്, ഇതിൽ നിന്നും അങ്ങനെ ചോദ്യം വന്ന് കണ്ടിട്ടില്ല. പിന്നെ പൈപ്സിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പിന്നെ പൈപ്പ് മെറ്റീരിയൽസ് അല്ലേ, പൈപ്പ് മെറ്റീരിയൽസ് ആവശ്യമുള്ളതെല്ലാം നമ്മൾ നോട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം നമ്മൾ നോട്ടിൽ പറഞ്ഞിരുന്നു. അതായത് RCC പൈപ്സ്, അതുപോലെ കാസ്റ്റൈൻ പൈപ്സ്, പിന്നെ സ്റ്റീൽ പൈപ്സ് അല്ലേ. അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ക്യാരക്ടറിസ്റ്റിക്സും എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ പൈപ്പ് ജോയിൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ ക്വാളിറ്റി ഓഫ് വാട്ടർ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചാപ്റ്റർ എന്ന് ഞാൻ പറയും. ക്വാളിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പ്യൂരിറ്റീസ് ഇൻ വാട്ടർ, സസ്പെൻഡഡ്, കൊളോയിഡൽ, ഡിസോൾഡ്, അതുപോലെ തന്നെ സാമ്പിളിംഗ്, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, കെമിക്കൽ, ബയോളജിക്കൽ, പിന്നെ വേരിയസ് സ്റ്റാൻഡേർഡ്സ്, അത് പഠിക്കേണ്ടതാണ്. സ്റ്റാൻഡേർഡ്സ് പഠിക്കുമ്പോൾ നമ്മളുടെ കോഡ് മറക്കണ്ട, 105002012. ഇതും പഴയ കോഡൽ വാല്യൂസും പഠിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഏതായാലും രണ്ടും ക്ലാസ്സിൽ പഠിപ്പിക്കാറുണ്ട്. ഓവർസിയർ എക്സാമിന്
2 വാല്യൂവും പഠിക്കുക. കാരണം അവർ പ്രത്യേകിച്ച് കോഡൽ പരാമർശം നടത്തിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ 2 വാല്യൂസും പഠിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഫ്ലോ ഡയഗ്രാം ഫോർ ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്സ്, അതെന്തിനാണ് ഫ്ലോ ഡയഗ്രാം ഒന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. എയറേഷൻ, മെത്തേഡ്സ് ഓഫ് എയറേഷൻ ഒന്ന് നോക്കി വെച്ചേക്കുക. അതുപോലെ തന്നെ പ്യൂരിഫിക്കേഷൻ, സെഡിമെൻറ്റേഷൻ, പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ബൈ കൊയാഗുലേഷൻ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയേക്കുക. ഫിൽട്രേഷൻ, കൺസ്ട്രക്ഷൻ ആൻഡ് ഓപ്പറേഷൻ ഒന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്യാരക്ടറിസ്റ്റിക്സ്, ഇതിൻ്റെ എല്ലാം ഈ എല്ലാത്തിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഇതിൻ്റെ 3 ടൈപ്പ് ഫിൽറ്റേഴ്സിൻ്റെയും ഏതാണ് നമ്മുടെ റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ, സ്ലോ സാൻഡ് ഫിൽറ്റർ, പ്രഷർ ഫിൽറ്റർ, ഇതിൻ്റെ 3ൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഭംഗിയായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഡ്യുവൽ മീഡിയയിൽ നിന്നും മൾട്ടിമീഡിയ ഫിൽറ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ അങ്ങനെ ഒരു വട്ടം എന്തോ ചോദിച്ച് കണ്ടിട്ടുണ്ട്, അതും ESE എക്സാമിന്. അതുപോലെ ഡിസിൻഫെക്ഷൻ ഓഫ് വാട്ടർ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസിൻഫെക്ഷൻ ഓഫ് വാട്ടർ, റിമൂവൽ ഓഫ് ടേസ്റ്റ്, കളർ ആൻഡ് ഓർഡർ. ക്ലോറിനെ പറ്റിയുള്ള ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ക്ലോറിനൊക്കെ നോക്കി വെച്ചേക്കണം. ക്ലോറിനൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്ലോറിൻ്റെ ഡോസേജ് അത് വെച്ചിട്ടുള്ള പ്രോബ്ലം ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ജനറൽ റിക്വയർമെൻറ്റ്, സിസ്റ്റം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, അത് ആദ്യമേ തുടക്കത്തിലും എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഗ്രാവിറ്റി സിസ്റ്റം, കമ്പൈൻഡ് സിസ്റ്റം, ഡയറക്റ്റ് പമ്പിംഗ് സിസ്റ്റം ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പറയുന്നതാണ്. ഇൻ്റർമീഡിയൻറ്റ്, കണ്ടിന്യൂസ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ഭയങ്കര വലിയ ഇമ്പോർട്ടൻസോടെ കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ആക്ച്വലി നമ്മൾ നോട്ട് എഴുതുമ്പോഴത്തേക്കും ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ. ഈ സിലബസിൻ്റെ വലിപ്പം കണ്ട് ആക്ച്വലി പേടിക്കേണ്ട ആവശ്യമില്ല. ഈ സിലബസ് എന്നതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു നമ്മൾ പഠിച്ച നോട്ട്ബുക്കിൽ എഴുതിയ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ജസ്റ്റ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അടുത്തത് ലേഔട്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേഔട്ട്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് നടന്ന ഹാർബർ എക്സാമിനും ഡെഡ് എൻഡി എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. AE ഹാർബറിനും ഡെഡ് എൻഡി എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ഇനി അടുത്തത് അപ്പർട്ടനൻസസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, സ്ലൂയിസ് വാൽവ്, ചെക്ക് വാൽവ്, റിഫ്ലെക്സ് വാൽവ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടർ സപ്ലൈ അറേഞ്ച്മെൻറ്റ് ഇൻ ബിൽഡിംഗ്, ഡെഫിനിഷൻസ് ഓഫ് ടേംസ്, വാട്ടർ മെയിൻ, സർവീസ് പൈപ്പ്, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്തത് ജനറൽ ലേഔട്ട് ഓഫ് വാട്ടർ സപ്ലൈ അറേഞ്ച്മെൻറ്റ് ഫോർ സിംഗിൾ ആൻഡ് മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്സ് ആസ് പെർ IS കോഡ് ഫോർ പ്രാക്ടീസ്. General principles and precautions in laying pipeline with the premises of building connection from water main. ഇത്രയും അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഭാഗം അത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഈ ഭാഗം അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നെക്സ്റ്റ് സീവേജ് ട്രീറ്റ്മെൻറ്റ്, പ്രിലിമിനറി ട്രീറ്റ്മെൻ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഫംഗ്ഷൻ ഓഫ് സ്ക്രീൻസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അണ്ടർലൈൻ ചെയ്യുന്ന ഭാഗമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രീഫ് ഫംഗ്ഷൻ ഓഫ് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ, പിന്നെ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്, ട്രിക്ലിംഗ് ഫിൽറ്റർ, ആക്ടിവേറ്റഡ് സ്ലഡ്ജ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇതൊക്കെ ആക്ച്വലി AE ലെവലാണ്. നമ്മുടെ ഓവർസിയർ ലെവലിൽ ഇത് ഇന്ന് വരെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോഴാണെങ്കിലും ഇൻഡെപ്ത് ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റും ഇതിൻ്റെ ഇക്വേഷൻസും ഇതിൻ്റെ ഒരു പ്രോബ്ലമാറ്റിക് ലെവലിലൊന്നും പഠിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും എഫിഷ്യൻസി ഒന്ന് പഠിച്ചു വെച്ചേക്കുക, അത് എയറോബിക് ആണോ അനേറോബിക് ആണോ എന്നൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അതിലും അപ്പുറം ഇത് ഇൻഡെപ്തായിട്ട് പഠിക്കേണ്ട ഒരാവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഡിപ്ലോമ മാത്രം പഠിച്ചിട്ടുള്ളവർക്ക് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും അധികം ഇൻഡെപ്ത് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇപ്പം AE ലെവലിൽ പഠിക്കുന്നവരാണെങ്കിൽ 2 എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ പ്രശ്നം വരുന്നില്ല. കാരണം 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ AEയുടെ എക്സാം ഉണ്ടല്ലോ. പിന്നെ കാൽക്കുലേഷൻ ഓഫ് ഡയമെൻഷൻ ഓഫ് സെപ്റ്റിക് ടാങ്ക്, ഇതൊക്കെ AE ലെവലിലും ഗേറ്റ് ലെവലിലും ഒക്കെ വരുന്ന പ്രോബ്ലംസ് ആണ്. കാൽക്കുലേഷൻ ഓഫ് ഡയമെൻഷൻ, ഡിസൈൻ ഓഫ് സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ എളുപ്പമാണ്, ഇതൊക്കെ തിയറി പോർഷൻ മാത്രമാണ്. പിന്നെ സാനിറ്ററി ട്രാപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എക്സാം ആയാലും ഓവർസിയർ ആയാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വാട്ടർ ക്ലോസറ്റ്, ഫ്ലഷിംഗ് സിസ്റ്റമാണ്, യൂറിനൽസ്, ആൻറ്റി സൈഫനേജ് പൈപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെന്താണ് ഇതിൻ്റെ അകത്തുനിന്ന് ബയോഗ്യാസ് പ്ലാന്റ് അനീറോബിക് യൂണിറ്റ് ആണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഈ മുമ്പ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് ഫങ്ഷൻസ് വിത്ത് റെസ്പെക്ട് ടു മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ ഓഫ് എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ. ഇവിടെ പൊല്യൂഷൻ ആക്ട്സ് ആയിരിക്കാം ചിലപ്പോൾ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ആക്ട്, എയർ ആക്ട്, നോയിസ് ആക്ട്, ഇതിൻ്റെയൊക്കെ ഇയർ ആയിരിക്കാം മേ ബി അവിടുന്ന് ചോദിക്കാൻ സാധ്യത. പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായിട്ട് അങ്ങനൊരു പേര് ഇത് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ആക്ച്വലി ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഈ സിലബസ് കണ്ട് ഒരുപാട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ എല്ലാം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ നിങ്ങൾക്ക് കാണാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് എഴുതുക. ലേൺ ഫ്രം ദി ബെസ്റ്റ്.